ഗർഭിണിയെ വയറ്റത്ത് ചവിട്ടി വീഴ്ത്തിയ മുകേഷിന്റെ ക്രൂരത ആദ്യമറിഞ്ഞത് വീണ ജോർജ്. കുറ്റകരമായ മൗനം ആർക്കുവേണ്ടി? ആ അഭിമുഖത്തിലെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് അറിവില്ലെന്ന് പറയാൻ വീണ ജോർജിന് കഴിയുമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഉയർന്നുവന്ന ലൈംഗിക ആരോപണങ്ങളിൽ നടനും ഇടതുപക്ഷ MLA-യുമായ മുകേഷ് ഉൾപ്പെട്ടത് സർക്കാരിനെ കുറച്ചൊന്നുമല്ല പ്രതിച്ഛായ നഷ്ടം വരുത്തിവെച്ചത്. നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ കേസെടുത്തപ്പോഴും CPIM മുകേഷിനെ പ്രതിരോധത്തിന്റെ ചട്ടുകമായി മാറിയത് പാർട്ടി അണികൾക്കിടയിൽ എതിരഭിപ്രായത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് CPI നേതൃത്വം മുകേഷിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. മരട് പോലീസ് മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതോടെ മുഖ്യമന്ത്രിക്ക് വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച മുകേഷ് അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കുപോക്കുകളാണ് ഇപ്പോൾ നടത്തുന്നത്. ലൈംഗികാരോപണ കേസിൽ ഉൾപ്പെട്ട പ്രതിപക്ഷ MLA-മാർ രാജിവെച്ചിട്ടില്ലല്ലോ എന്ന CPIM ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ പ്രശ്നം സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലാണ് പൊതുവെ ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടമാകാതിരിക്കാൻ താൻ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തയ്യാറാണെന്ന സൂചന മുകേഷ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതൃനിരയെ അറിയിച്ചത്. എന്നാൽ മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് CPM അവൈലബിൾ സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിരിക്കുന്നത്. അതേസമയം സിനിമാ നയരൂപവൽക്കരണ സമിതി പുനഃസംഘടിപ്പിക്കുമ്പോൾ മുകേഷിനെ ഒഴിവാക്കും. ഇത് ബ്ലാക്ക് മെയിലിംഗുമായി ബന്ധപ്പെട്ട കേസാണെന്നാണ് മുകേഷ് പാർട്ടിക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. തനിക്ക് അനുകൂലമായ തെളിവുകൾ കൈവശമുണ്ടെന്നും അതെല്ലാം കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ടെന്നും മുകേഷ് അറിയിച്ചിരുന്നു. ഈ വാദങ്ങൾ വിശ്വാസത്തിലെടുത്തതിന്റെ പശ്ചാത്തലത്തിലാണ് മുകേഷിനെ പരിപൂർണ പിന്തുണ നൽകാൻ CPM തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മുകേഷിനെ ചൊല്ലിയുള്ള തലവേദന അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല. യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടായ ആരോപണത്തെക്കാൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് മുകേഷിനെതിരെ ആദ്യ ഭാര്യ സരിത വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ വലിയ ഗൗരവമേറിയ ചർച്ചകളാണ് മുകേഷിന്റെ സ്ത്രീ പീഡനത്തിനെതിരെ നടക്കുന്നത്. നടി കൂടിയായിരുന്ന സരിതയെ അഭിമുഖം ചെയ്തത് ഇപ്പോൾ ആരോഗ്യമന്ത്രിയായ വീണ ജോർജാണ്. അന്ന് മാധ്യമപ്രവർത്തകയായിരുന്ന വീണ ജോർജിനോട് മുകേഷിനെതിരെ വളരെ ഗൗരവമേറിയ ആരോപണങ്ങളും തെളിവുകളുമാണ് സരിത പങ്കുവച്ചത്. അതിൽ മുകേഷ് മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നതിനെ പറ്റി വിശദമായി പറയുന്നുണ്ട്. മുകേഷിന്റെ അച്ഛൻ O. മാധവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പരാതിപ്പെടാതിരുന്നതെന്നും സരിത വ്യക്തമാക്കുന്നുണ്ട്. മുകേഷ് രണ്ടാം വിവാഹത്തിനൊരുങ്ങുന്ന സമയത്താണ് സരിത ഗുരുതരമായ വെളിപ്പെടുത്തലുകളുമായി എത്തിയത്. സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് മുകേഷിനറിയില്ല. സ്ത്രീ വിഷയങ്ങളാണ് പിരിയാനുള്ള പ്രധാന കാരണം. മദ്യപാനവും ഗാർഹിക പീഡനവും പതിവായിരുന്നുവെന്നും സരിത പറയുന്നു. മാധ്യമപ്രവർത്തകയായിരുന്ന വീണ ജോർജ് ഞെട്ടലോടെയാണ് സരിതയുടെ വെളിപ്പെടുത്തലുകൾ കേട്ടിരുന്നത്. ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ നാണക്കേടായിരുന്നു. എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സിനിമയിൽ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു. പുറത്തു പറയാനും മടിയായിരുന്നു. മാധ്യമങ്ങളിൽ നിന്ന് ചിലരൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാൻ അവരോട് അതൊക്കെ നിഷേധിക്കുമായിരുന്നു. എനിക്ക് നാണക്കേടായിരുന്നു ആരോടെങ്കിലും ഇതൊക്കെ പറയാൻ. എല്ലാം നന്നായി പോകുന്നുവെന്ന് ബോധിപ്പിക്കാൻ ഓണത്തിനൊക്കെ ഞങ്ങൾ ആഹ്ലാദം അഭിനയിച്ച് ഫോട്ടോസ് എടുക്കും. ഈ കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലും അദ്ദേഹത്തിന് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അച്ഛനെയായിരുന്നു അച്ഛനായി കണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഞാൻ ഒരു ഉറപ്പ് നൽകിയിരുന്നു. അതുകൊണ്ടാണ് പോലീസിലൊന്നും പരാതിപ്പെടാതിരുന്നത്. അദ്ദേഹം മരിക്കുന്നതുവരെ ആ ഉറപ്പ് സംരക്ഷിച്ചു. ഇതായിരുന്നു സരിത അഭിമുഖത്തിൽ വീണ ജോർജിനോട് വെളിപ്പെടുത്തിയത്. ഗർഭിണിയായിരിക്കെ മുകേഷ് സരിതയോട് കാണിച്ച ക്രൂരതയും അഭിമുഖത്തിലുണ്ട്. ഒരിക്കൽ ചവിട്ടി താഴെയിട്ടു. മറ്റൊരിക്കൽ കാറിൽ കയറാൻ അനുവദിക്കാതെ കാർ മുന്നോട്ടും പിന്നോട്ടും എടുത്ത് സരിതയെ കബളിപ്പിച്ചു. ഒടുവിലവർ കാറിന് പിറകെ ഓടി താഴെ വീണു. മദ്യപിച്ച് വീട്ടിലെത്തിയപ്പോൾ എന്താണ് വൈകിയതെന്ന് ചോദിച്ചതിന് മുടിയിൽ ചുറ്റിപ്പിടിച്ച് നിലത്തെഴിച്ച് മർദ്ദിച്ചു. മുകേഷിന്റെ വീട്ടിൽ വെച്ച് അവരുടെ ജോലിക്കാരുടെ മുന്നിൽ വെച്ച് ഒരുപാട് മർദ്ദിച്ചെന്നും അതേ തുടർന്ന് ആ വീട്ടിലേക്കുള്ള പോക്ക് നിർത്തിയെന്നും സരിത അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു.
ഇത്രയേറെ സ്ത്രീവിരുദ്ധനായ കൊടും ക്രിമിനലായ മുകേഷും സരിതയെ അഭിമുഖം ചെയ്ത വീണ ജോർജും ഇടതുപക്ഷ സർക്കാരിലെ പ്രധാന മുഖങ്ങളാണ് എന്നതാണ് വൈരുദ്ധ്യം. സ്ത്രീ സുരക്ഷിതത്വം ഉയർത്തിപ്പിടിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൽ ഒരു കാരണവശാലും മുകേഷിന് ഇടം ലഭിക്കരുതായിരുന്നു. പാർട്ടിയിലെ ഓരോ അംഗത്തിന്റെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സംവിധാനമുള്ള ഇടതുപക്ഷത്തിന് മുകേഷിന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചും സ്ത്രീ വിരുദ്ധതയെക്കുറിച്ചും ഇത്രയും കാലം അറിവില്ലാതെ പോകില്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം വീണ ജോർജിനെ താൻ മുമ്പ് ചെയ്ത അഭിമുഖമെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാമായിരുന്നു. അന്ന് തന്നെ ഏറെ പേർ കണ്ട അഭിമുഖം ഇടതുപക്ഷ സഹയാത്രികരോ CPI നേതൃത്വമോ അംഗങ്ങളോ ഒന്നും തന്നെ കാണാതെ പോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ജനങ്ങളിലേക്ക് ഇറങ്ങി സേവനം ചെയ്യുന്ന എത്രയോ പാർട്ടി അംഗങ്ങൾ CPM-നുണ്ട്. വ്യക്തിജീവിതത്തിൽ പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയുള്ള എത്രയോ സഹയാത്രികർ CPM-നുണ്ട്. അവരെയൊക്കെ പരിഹസിക്കുന്നതാണ് ഗർഭിണിയായ ഭാര്യയെ തൊഴിച്ചിടുന്ന മുകേഷിനെ പോലൊരു ക്രിമിനലിനെ MLA ആക്കുന്നതും ലൈംഗികാരോപണങ്ങൾ വരുമ്പോൾ സംരക്ഷിക്കുന്നതും. ഒരു ചാനലിൽ ഇത്രയും ഗൗരവമേറിയ ആരോപണം സരിത ഉന്നയിച്ചിട്ട് അതിനെതിരെ ഇക്കാലം അത്രയും കേരള പോലീസ് സ്വമേധയാ കേസെടുക്കാൻ തുനിയാഞ്ഞതുപോലും ചർച്ച ചെയ്യപ്പെടുകയാണ്. സിനിമാ മേഖലയിൽ ഉയർന്നു വന്ന ലൈംഗികാരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച സർക്കാർ മുകേഷിനെതിരെ സരിത നടത്തിയ ആരോപണങ്ങൾ കൂടി ഇപ്പോൾ മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ പരാതിയുള്ള നടിമാരുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായതുപോലെ സരിതയുടെ വെളിപ്പെടുത്തലുകൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. മുകേഷിന്റെ അച്ഛന് നൽകിയ ഉറപ്പിന്മേലാണ് സരിത പരാതി നൽകാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ അഭിമുഖം നടത്തിയ വീണ ജോർജിനെ സർക്കാരിന്റെ സ്ത്രീ സുരക്ഷാ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കാതിരിക്കാൻ ശക്തമായി രംഗത്ത് വരാൻ കഴിയും. സരിത നടത്തിയ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ച് ആദ്യം പുറം ലോകത്തെ അറിയിച്ചത് വീണ ജോർജാണ്. മന്ത്രിയായ വീണയ്ക്ക് ഇന്ന് ആ ക്രൂരതകളെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മൊഴി നൽകാവുന്നതാണ്. മുകേഷിന്റെ അച്ഛനിടപെട്ടൊതുക്കിയ ഒരു ക്രൂരപീഡനം ഒരിക്കലും ക്രിമിനൽ പ്രവർത്തനമല്ലാതെ മാറുന്നില്ല. മന്ത്രി വീണ ജോർജ് ആ അഭിമുഖത്തിലെ വസ്തുതകൾ നിഷേധിക്കുന്നതിന് തുല്യമാണ് ഇപ്പോൾ മുകേഷിനെതിരെ ഉയർന്ന ലൈംഗികാരോപണങ്ങളിൽ അവലംബിക്കുന്ന കുറ്റകരമായ മൗനം. സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന സ്ത്രീ എന്ന നിലയിൽ മുകേഷിനെതിരെ ശക്തമായി നിലകൊള്ളേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം വീണ ജോർജിനുണ്ട് എന്ന് തന്നെയാണ് കേരളീയ പൊതുസമൂഹം വിശ്വസിക്കുന്നത്.